ഇക്കാര്യത്തിൽ രണ്ട് വീഴ്ച പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം തന്നെ ഉണ്ടായി. സ്ത്രീകളെ രാത്രി കസ്റ്റഡിയിൽ എടുക്കരുതെന്ന ചട്ടം ലംഘിച്ചു. ഭക്ഷണം പോലും നിഷേധിച്ചാണ് രാത്രി മുഴുവൻ ചോദ്യം ചെയ്തത്. ഓമന പരാതി നൽകിയ ദിവസം കസ്റ്റഡിയിലെടുത്ത ബിന്ദുവിനെ പിറ്റേന്ന് 12 മണിവരെ ചോദ്യം ചെയ്തു. കസ്റ്റഡിയിലുണ്ടെന്ന് വീട്ടുകാരോട് പോലും സമ്മതിച്ചില്ല. മാല കിട്ടിയതായി ഓമന അറിയിച്ചതിനെ തുടർന്നാണ് ബിന്ദുവിനെ വിട്ടയച്ചത്. ബിന്ദു മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിനെ തുടർന്നാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ഇൻസ്പെക്ടർ SG പ്രസാദ്, ASI പ്രസന്നൻ എന്നിവരെ ആദ്യഘട്ടത്തിൽ തന്നെ സസ്പെൻഡ് ചെയ്തു. SHOയെ സ്ഥലം മാറ്റി. പക്ഷേ ഈ 3 പേരിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ആ കുറ്റകൃത്യം. ഓരോരുത്തരും ചെയ്ത പാതകങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ അക്കമിട്ട് പറയുന്നുണ്ട്. സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ R ശിവകുമാർ രാത്രി സ്റ്റേഷനിൽ പരിശോധനയ്ക്ക് എത്തിയിരുന്നു. അപ്പോൾ ബിന്ദുവിനെ കസ്റ്റഡിയിലെടുത്ത് സെല്ലിന് മുന്നിൽ ഇരുത്തിയിരിക്കുകയായിരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ ബിന്ദുവിനെ വിട്ടയക്കാൻ നടപടി സ്വീകരിക്കുകയാണ് SHO ചെയ്യേണ്ടത്. അത് ചെയ്തില്ല. സബ് ഇൻസ്പെക്ടർ SG പ്രസാദാണ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുത്തത്. ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. ആ വീട്ടിൽ ജോലിക്ക് നിന്നു എന്നതല്ലാതെ മറ്റൊരു തെറ്റും ബിന്ദു ചെയ്തിരുന്നുമില്ല. വിവരങ്ങൾ ചോദിച്ചറിയുന്നതിന് പകരം കുറ്റവാളിയാണ് എന്ന് തീർച്ചപ്പെടുത്തിയാണ് നടപടികൾ തുടങ്ങിയത്. ബിന്ദുവിനെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കാനാണ് തുടക്കം മുതൽ ശ്രമിച്ചത്. FIR രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പാണ് ബിന്ദുവിനെ കസ്റ്റഡിയിൽ എടുത്തത്. സ്റ്റേഷനിൽ നിന്ന് തെളിവെടുക്കാൻ കൊണ്ടുപോയത് പരാതിക്കാരിയായ ഓമനയുടെ കാറിലാണ്. രാത്രി വനിതകളെ വിളിച്ചു വരുത്തരുത് എന്ന ചട്ടം തെറ്റിച്ചു. 21 മണിക്കൂറാണ് ബിന്ദു പോലീസ് കസ്റ്റഡിയിലിരുന്നത്. ഈ സമയം മുഴുവൻ ബിന്ദു കുറ്റവാളിയാണ് എന്ന് ഉറപ്പിച്ചാണ് പോലീസ് പെരുമാറിയത്.